ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആഫ്റ്റർ എ ലോങ് ബ്രേക്ക്. എൻ്റെ യൂട്യൂബിലെ അവസാനത്തെ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ അതിലും ഞാൻ ഈ സെയിം ഡയലോഗ് തന്നെ പറയുന്നുണ്ട്. അതും ഒരു ബ്രേക്കിന് ശേഷം എടുത്ത വീഡിയോ ആയിരുന്നു. ആ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്, ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല, ഓരോരോ കാരണങ്ങൾ. പിന്നെ അവസാനത്തെ കാരണം വേണമെങ്കിൽ ഞാനൊന്ന് പറയുമല്ലോ, വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഈ കിടക്കുന്നതിനെ കണ്ടോ? ഇത് കണ്ടോ? ഇത് നമ്മുടെ വീട്ടിലെ പെറ്റാണ്, പിച്ചുന്ന്. നമ്മുടെ വീട്ടിലെ പൂച്ചക്കുട്ടിയാണ്. ഇവന് ഒരാഴ്ച മുന്നേ ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നായിരുന്നേ. എന്ന് വെച്ചാൽ ഭയങ്കര കുറച്ച് സീരിയസ് ആയി പോയായിരുന്നു. നമുക്ക് അവനെ തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന് പോലും വലിയ ഉറപ്പൊന്നും ഇല്ലായിരുന്നു. എനിക്ക് പൂച്ചേനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ ഇത് ഭയങ്കര കുഞ്ഞായിരുന്നു. ഞാൻ എടുക്കത്തൊന്നുമില്ല, എന്നാലും നമ്മളിങ്ങനെ ഫുഡൊക്കെ കൊടുക്കുക, നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മളിവിടെ അവിടെ വന്നിരിക്കുക, ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോവുക, അങ്ങനെ അങ്ങനെ പയ്യൊരു ഇഷ്ടം വന്നായിരുന്നു. അതെനിക്ക് മനസ്സിലായിരുന്നില്ല. ഇവനൊരു അസുഖം വന്നപ്പോഴാണ് എനിക്കിവനെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. എനിക്കാണെങ്കിൽ ഇവന് ഒട്ടും ഫുഡൊന്നും കഴിക്കുന്നില്ല, ഭയങ്കര വൊമിഷൻ അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര സങ്കടം, ഒന്നിനും ഒരു മൂഡും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഇവനെ കൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കയറി ഇറങ്ങും. ഒരാഴ്ചയോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആന്റിബയോട്ടിക് അടിക്കുക. ഒത്തിരി കുത്ത് കിട്ടി കേട്ടോ, പാവം. ഇഞ്ചക്ഷൻ ഒരുപാട് കിട്ടി. എന്നാലും രക്ഷപ്പെട്ടല്ലോ. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവൻ രക്ഷപ്പെട്ടപ്പോൾ. കാരണം ചാൻസ് കുറവായിരുന്നു, നമ്മൾ അതുപോലെ കണ്ടു. എൻ്റെ അമ്മേ. അപ്പൊ അതൊക്കെ പോട്ടെ. അത് ഞാൻ പറഞ്ഞത് ഒരു കാരണമായിരുന്നു ഈ വീഡിയോ എടുക്കാതിരിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് എനിക്ക് ഒരുപാട് റെക്കമെൻഡേഷൻസ് വരാറുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. ഇപ്പോഴെന്ന് മാത്രമല്ല, ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഒരുപാട് റെക്കമെൻഡേഷൻ അല്ല, എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്. കമന്റ് സെക്ഷനും എന്നോട് പേഴ്സണൽ ആയിട്ട് ഒക്കെ ചോദിക്കാനുണ്ട്. മുടി വളരാൻ എന്താണ് ചെയ്യുന്നത്, മുടിയിൽ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, സ്പെഷ്യൽ ഹെയർ കെയർ ടിപ്സ് ഉണ്ടോ, അങ്ങനത്തെ ഹെയറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ കുറച്ച് അനക്കമൊക്കെ കാണുമായിരിക്കും കേട്ടോ. കാരണം ഇവിടെ കോട്ടയത്ത് ഭയങ്കര മഴയാണ്. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ എന്താ അവധിയാ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ അവധിയാണ്. അതുപോലത്തെ മഴയാണ്. അപ്പം കറണ്ട് ഇല്ല, അതുകൊണ്ട് ഞാൻ വെളിയിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ക്യാമറ അനങ്ങുകയും കൈ വേദന എടുക്കുമ്പോൾ ഞാൻ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയൊക്കെ ചെയ്യുമായിരിക്കും. അതെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ഹെയർ കെയറിന്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ ആയിട്ട് അയ്യേ ഇതാണോ വലിയ കാര്യം, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്നതാന്നൊക്കെ പറയാൻ വരട്ടെ കേട്ടോ. ഇപ്പൊ ഞാൻ ഇന്ന് ഇടുന്ന ഹെയർ കെയർ ഇത് കാണുന്ന ഒരു 98% ആൾക്കാർക്കും അറിയുന്നതായിരിക്കും. കാരണം ഇത് ഭയങ്കരമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ളതും എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നത്, നമുക്ക് ഇവിടെയൊക്കെ കിട്ടുന്ന സാധനമാണ്. അതുകൊണ്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ. അതുമല്ല, ഹെയർ കെയർ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് അങ്ങ് തുടങ്ങാം. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഹെയർ കെയറിന് വേണമെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ ഞാൻ ഇതുപോലത്തെ വേറെ ഹെയർ കെയർ ടിപ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഈ ഹെയർ കെയർ ടിപ്പ് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല കേട്ടോ എൻ്റെ മുടി വളർന്നത്. എനിക്ക് ഹെറിഡിറ്ററി ആയിട്ട് എൻ്റെ അമ്മയ്ക്ക് മുടി ഉണ്ടായിരുന്നു, അങ്ങനെ വന്ന മുടിയാണ്. എന്നാലും അങ്ങനെ മുടി നമുക്ക് കിട്ടിയാലും നമ്മൾ കുറച്ചൊക്കെ ഹെയർ കെയർ ഒക്കെ ചെയ്താൽ മാത്രമേ അതൊക്കെ ഒന്നും അതുപോലെ തന്നെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ ആണേലും വെള്ളമൊക്കെ മാറിയപ്പം എനിക്ക് കുറച്ച് ഹെയർ ഫോൾ ഒക്കെ വന്നായിരുന്നു, ക്വിറ്റ് നാച്ചുറൽ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ആ ഹെയർ ഫോൾ ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാറുള്ള ഒരു ഹെയർ കെയർ ടിപ്പാണിത്. എന്ന് വെച്ചാൽ ഇത് എപ്പോഴും ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഭയങ്കര ഇങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ വീട്ടിലായിരുന്നപ്പോൾ എന്നോട് അമ്മ എപ്പോഴും പറയുന്ന കാര്യം, മുടി കൊഴിയുമ്പം നമ്മൾ ടെൻഷൻ അടിച്ചാലും ഒരുപാട് മുടി കൊഴിയാൻ ചാൻസ് ഉണ്ട്. അല്ല, കൊഴിയും ടെൻഷൻ അടിച്ചാൽ. അപ്പം മുടി കൊഴിയുമ്പോൾ വീണ്ടും ടെൻഷൻ അടിക്കുമ്പോൾ വീണ്ടും കൊഴിയും. അപ്പൊ എന്നോട് അമ്മ പറയും, എൻ്റെ മോനെ, മുടി കൊഴിഞ്ഞു പോയാൽ അതിനനുസരിച്ച് മുടി തലയിൽ കിളുത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മൊട്ടയായി പോകും, അല്ല തലമുടി മൊട്ടയായി പോകും. അങ്ങനെ അമ്മ എന്നോട് പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഓർത്ത് ഞാൻ മുടി ഇടയ്ക്കൊക്കെ കൊഴിയുമ്പോൾ ആശ്വസിക്കും. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ ഇസ് നാച്ചുറൽ. അപ്പം എന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ള മുടി കൊഴിച്ചിലാണെങ്കിൽ നാച്ചുറൽ ആണ്. ഇപ്പൊ ഞാൻ ഇന്ന് ചെയ്യുന്ന പോലുള്ള ഹെയർ കെയർ ടിപ്സ് ഒക്കെ നിങ്ങൾ ചെയ്താൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഇതൊക്കെ കുറയ്ക്കാനുള്ളതേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് നേരെ ഹെയർ കെയർ ടിപ്പിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാൻ രണ്ട് സാധനം യൂസ് ചെയ്യുന്നുള്ളൂ. അതിൽ ഒരു സാധനം എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അറിയുന്ന സാധനമാണ് അലോവീര, കറ്റാർ വാഴ. രണ്ടാമത്തെ സാധനം ഞാൻ അറിഞ്ഞിട്ട് ഇങ്ങനെ ഇതിനു വേണ്ടി ഹെയർ ഫോൾ അല്ലെ ഹെയർ കെയർ
ഹെയർ ഗ്രോത്തിനൊക്കെ ഇത് യൂസ് ചെയ്യാമെന്ന് ഞാൻ അറിഞ്ഞിട്ട് കുറച്ച് നാളായുള്ളൂ. അപ്പം ഞാൻ അതും കൂടെ കാണിച്ചു തരാം. നമുക്ക് ഹെയർ കെയർ ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. ഇതുപോലെ നിങ്ങൾ കറ്റാർവാഴ എടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ അറ്റത്തുനിന്ന് ഇങ്ങനെ നമുക്ക് പറിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ ആ ചെടിയിൽ നിന്ന്. അല്ലാതെ നിങ്ങൾ കത്രികയോ അല്ല കത്തിയൊക്കെ വെച്ചിട്ട് മുറിച്ചെടുക്കുവാണ്, ഇങ്ങനെ ഒരു ഭാഗത്ത് വെച്ച് മുറിച്ചെടുക്കുവാണ്, പിന്നെ ആ ഒരു ചെടിയിൽ അത് വളരാൻ വളരെ ചാൻസ് കുറവാണ്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഈ കറ്റാർവാഴ എടുക്കുമ്പം ഇതുപോലെ തന്നെ അറ്റത്തുനിന്ന് ഇങ്ങനെ നമുക്കിങ്ങനെ ഇച്ചിരി ബലം കൊടുത്ത് വലിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ ശ്രദ്ധിച്ചോണേ, ആ ചെടി നന്നായിട്ട് പിന്നെ വളർന്നോളും. നമ്മളെ കാണിക്കാൻ വേണ്ടി എടുത്താൽ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പം ഇതിൽ നിന്നൊരു യെല്ലോ കളറിലെ ഫ്ലൂയിഡ് വരും, കണ്ടോ. ഇത് ചിലവർക്കല്ല മിക്കവർക്കും ഇത് തലയിൽ തേക്കുമ്പം ചൊറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പം ഇതൊരു 20 മിനിറ്റ്സ് ഇങ്ങനെ മറിച്ചിങ്ങനെ വെക്കുവാണെങ്കിൽ അതിൽ ആ യെല്ലോ കളറിലെ ലിക്വിഡ് അങ്ങ് പോയിക്കോളും. പിന്നെ അത് കഴുകി അങ്ങ് എടുത്താൽ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ഐറ്റംസിലേക്ക് പോവാം. ആദ്യത്തേത് കറ്റാർവാഴ മിക്സിയിലിട്ട് അടിച്ചതാണ്, നമുക്ക് ഒരു അപ്ലൈ ചെയ്യാൻ എളുപ്പത്തിന്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം മുടിക്കൊരു ബെസ്റ്റ് ഐറ്റമാണ് കേട്ടോ. ഞാൻ ഈ 2 ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണേൽ സെപ്പറേറ്റ് ആയിട്ടും യൂസ് ചെയ്യാം. പിന്നെ കഞ്ഞിവെള്ളം നമ്മൾ ഒരു ദിവസം വെക്കുന്നതുകൊണ്ട് തന്നെ ഒരു സ്മെല്ല് കാണും, അതൊന്നും വിഷയമാക്കേണ്ട. ഹെയർ വാഷ് ചെയ്യുമ്പോഴേ അതങ്ങ് പോയിക്കോളും. അല്ലേ തന്നെ ഇതിന്റെ ക്വാളിറ്റിയും യൂസും വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു വിഷയമാണോ? നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഹെയർ ഫോൾ കുറയാനും മുടി നല്ല തിക്കാവാനും അടിപൊളിയായിട്ടുള്ള സാധനമാണ് ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. പിന്നെ കറ്റാർവാഴയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ, പുള്ളി വലിയ ഫേമസ് അല്ലേ. അപ്പം നിങ്ങൾ ഇത് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയുടെ എല്ലാ ഭാഗത്തും ചെല്ലുന്ന രീതി പാർട്ടീഷൻസ് എടുത്ത് വേണം മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി. ആരെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ, മുടിയിൽ തേച്ച് തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. നമ്മുടെ മുടിയുടെ ബാക്ക് സൈഡിലും ഒക്കെ ചെല്ലുന്ന രീതി വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഇതുപോലത്തെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും നമുക്ക് എപ്പോഴും മുടിക്ക് നല്ലത് കേട്ടോ. ഇനി ഇതുപോലത്തെ ഹെയർ കെയർ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുടി നല്ലവണ്ണം മസാജ് ചെയ്യുക. ഒരു 10 മിനിറ്റ്സ് എങ്കിലും, 10-15 മിനിറ്റ്സ് എങ്കിലും നന്നായിട്ട് മസാജ് ചെയ്യുക. നമ്മുടെ അപ്ലൈ ചെയ്ത ഹെയർ കെയർ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ ഹെയറിന്റെ റൂട്ടിലൊക്കെ ചെല്ലാൻ വേണ്ടി ഇത് വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ. അത് കഴിയുമ്പം നമ്മുടെ മുടിയെല്ലാം കൂടെ മേളിൽ കെട്ടി വെക്കുക. സെറ്റ്. ഇതുപോലെ ഒരു ഹാഫ് അവർ തലയിൽ വെക്കുക, നമ്മൾ അപ്ലൈ ചെയ്ത ഐറ്റംസൊക്കെ മുടി നന്നായിട്ട് പിടിക്കുന്നവരെ. അപ്പോൾ ഇന്നത്തെ ഹെയർ കെയർ ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വേറെ ഹെയർ കെയർ ടിപ്സ് വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.